സംസ്ഥാന ബജറ്റിനെതിരെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ മേഖലയ്ക്ക് ഗുണകരമായ ഒരു പ്രഖ്യാപനവും ബജറ്റിലില്ല. വിനോദ നികുതിയിലടക്കം തീരുമാനമില്ലാത്തതും പ്രതിഷേധാർഹമാണെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് ഈ സിനിമാ നിർമ്മാതാക്കളുടെ പ്രതീക്ഷിച്ചിരുന്നത്? അവർക്ക് ഇപ്പോൾ ഈ ഒരു രൂക്ഷമായ പ്രതികരണം ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന നിലവിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ മേഖല പ്രതീക്ഷിച്ച യാതൊരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ നിരവധി പ്രശ്നങ്ങളെപ്പറ്റി സംസ്ഥാന സർക്കാരിന് പരാതി സമർപ്പിച്ചതാണ്. മറ്റൊരു സംസ്ഥാനത്തും നടപ്പിലാകാത്ത വിനോദ നികുതി എന്ന ഇരട്ട നികുതി അത് നിർത്തലാക്കണമെന്നും സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി ഏകജാലക സംവിധാനം ഉണ്ടാകണമെന്നും നിലവിൽ വിവിധ സർക്കാർ വകുപ്പുകൾ ഈടാക്കുന്ന ഭീമമായ ലൊക്കേഷൻ വാടക നിജപ്പെടുത്തണമെന്നും കൃത്യമായി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതേ സംബന്ധിക്കുന്ന യാതൊരു പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി മലയാള സിനിമകൾക്ക് കൂടുതൽ സബ്സിഡി നൽകുന്ന കാര്യം പരിഗണിക്കേണ്ട ആവശ്യകതയും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, ബജറ്റിൽ ഉണ്ടായില്ല എന്നാണ് അവർ ആരോപിക്കുന്നത്. അതിന്റെ പ്രതിഷേധമാണ് അവർ അറിയിക്കുന്നത്. ശരി ശ്രീകാന്ത്, ഏതായാലും സിനിമ നിർമ്മാതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. അതാണ് അവർ ഈ ബജറ്റിനെതിരെ രംഗത്ത് വരുവാൻ ഇടയാക്കിയിരിക്കുന്നത്.